എവിടെ നിന്നാ വരുന്നത്? ഇവിടെ തന്നെ വാർത്തയൊക്കെ കണ്ടിട്ട് വന്നത് നോക്കിയതാ. ജീവനായാലും രക്ഷിക്കണം. അത് തന്നെ, എത്രയും ചെറുതാണെങ്കിലും എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. ഒരാഴ്ചയായിട്ട് ഇതിൽ കിടക്കുകയാണ്. അറിയില്ല. ഏതായാലും ഒരു ഭാഗത്ത് ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ പൂച്ച ഇല്ല എന്ന് തോന്നുന്നു സ്മൃതി. ഒരു വശത്ത് നോക്കി ഇത് മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്താണ്. JNL സ്റ്റേഡിയം മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള പില്ലറിലാണ് ഈ പൂച്ച കുടുങ്ങി കിടക്കുന്നത്. ഇന്ന് ഈ പൂച്ചയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരിലും ഈ ആശങ്കയായി നിലനിൽക്കുന്നത്. ചേട്ടാ എവിടെന്നാ? ഞാൻ കടവന്ത്ര. ഇത് കാണാനായിട്ടൊക്കെ നോക്കുകയാണോ? ഇല്ല, ഇപ്പൊ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. പോയിക്കൊണ്ടിരിക്കണ വഴിയിൽ നോക്കിയപ്പോൾ ഇവിടെ നിറച്ച ആൾക്കൂട്ടം ഇതൊക്കെ കണ്ടപ്പോൾ ഒരു പൂച്ച മേളിൽ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞത്. ഇപ്പോഴേക്കും എന്താവും എന്നറിയാനായിട്ട് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. പൂച്ച രക്ഷിക്കണോ അല്ലേ? പിന്നെ വേണ്ടേ, ഒരു പാവുവിന്റെ പൊക്കത്ത് എങ്ങനെ കുടുങ്ങിപ്പോയെന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല. എന്തായിരുന്നു? അതെ. അപ്പൊ എന്താകും ഇനിയുള്ള അപ്ഡേറ്റ് ഒന്നും അറിയണം നമുക്ക്. അതെ, അതാണ് ഇതെല്ലാവരും ഇത് കാണാനായിട്ട് ഇവിടേക്ക് ആളുകൾ കൂടിയപ്പോണ്ട്. എഴുന്നാ തന്നെ കോട്ടയം ഇതിനിവിടെ പഠിക്കാം. കണ്ടപ്പോ ഇറക്കിട്ട് പോവാന്ന് ഓർക്കുന്നത്. കുടിയും കിടക്കും. അതെ, പൂച്ചയെ രക്ഷിക്കണം. എങ്ങനെയാലും രക്ഷിക്കണം തന്നെയാണ് അഭിപ്രായം. പൂച്ചയെ രക്ഷിക്കണം. പൂച്ചയെ രക്ഷിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥികളും ജോലിക്കാരൊക്കെ വാഹനങ്ങളൊക്കെ ഒതുക്കി ഇവിടെ നിൽക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ ഒരു വശത്ത് കാണുന്നത് ഈ ക്രെയിനിൽ മുകളിൽ കയറി രക്ഷാപ്രവർത്തകർ അവിടേക്ക് ഇറങ്ങാനൊരു ശ്രമം നടത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ പൂച്ച അവിടെ കണ്ടതായിട്ടുള്ള സ്ഥിരീകരണമില്ല. ഏതായാലും പൂച്ച കുടുങ്ങിക്കിടക്കുന്നു. പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 556 നമ്പർ മെട്രോ പില്ലറിന് മുകളിലാണ് ഒരാഴ്ചയായി പൂച്ച കുടുങ്ങിക്കിടക്കുന്നത്. അതാ ഇവിടെ പലരും ആളുകളൊക്കെ ഉണ്ട്. ചേട്ടാ, പൂച്ചയെ രക്ഷിക്കണം. എനിക്കറിയില്ല എന്താന്ന് പറഞ്ഞ് നിൽക്കുക. പൂച്ചയെ രക്ഷിക്കണ്ട. പിന്നെ പൂച്ചതിന്റെ മുകളുണ്ടെന്ന് അറിയാം. നിന്നാ എങ്ങനെയെങ്കിലും ഇത് രക്ഷിക്കണം. അതെല്ലാവരും കേൾക്കുമ്പോൾ ഒരു വിഷമം. അതെ ഒരാഴ്ചയായി ഇതിന്റെ അകത്ത് മുകളില് ഇങ്ങനെ കയറിയെന്ന് ആർക്കും ഒരു പിടിയില്ല, ഒരു ഐഡിയ ഇല്ല. ഇതെങ്ങനെ കയറിയത് പൂച്ചതിന്റെ മുകളില് എല്ലാവർക്കും ഒരു അത് വിചാരിച്ചിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ആ ഭാഗത്ത് നിന്നും ക്രെയിൻ താഴേക്ക് ഇറക്കുന്നു. സ്മൃതി, താഴേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ക്രെയിൻ താഴേക്ക് വരുന്നു. ആ ഭാഗത്തും ഇല്ല. 2 ഭാഗങ്ങൾ നോക്കിയിട്ടുണ്ട്. 4 മൂലകളിൽ 2 മൂലകളിൽ പരിശോധന പൂർത്തിയാക്കിയ 2 മൂലകളിലും മെട്രോ പില്ലറിൽ ഇല്ല എന്നുള്ളതാണ്. ഇനി കറങ്ങി തിരിഞ്ഞ് അപ്പുറത്തുള്ള എതിർവശത്തുള്ള 2 മൂലകളിൽ കൂടി പരിശോധന നടത്തണം എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തകരെത്തി എന്നുള്ളത് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ആശ്വാസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. ചേച്ചി, എന്താ അവസ്ഥ? കാണുന്നില്ലല്ലോ, അതാണ് എനിക്ക് ഭയങ്കര സങ്കടം. കാണുന്നില്ലല്ലോ, അതാണ് ഒരു സങ്കടം, വിഷമം. ഇന്നലെ ഭയങ്കര വീക്കായിരുന്നല്ലോ, അതാണ് ഭയങ്കര വിഷമം. കണ്ടായിരുന്നു ഇന്നലെ? അല്ല, ഞാൻ ഇവിടെ വന്ന് കണ്ടില്ല. ഞാൻ പ്രചരിക്കുന്നുണ്ട്. ഞാൻ മറ്റേ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് ഇന്നലെ രാത്രി എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പൂച്ചയും മൃഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആണ്. ഞാൻ കണ്ടിട്ട് ഭയങ്കര വിഷമമായിരുന്നു. ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ അവരെന്നാ പറഞ്ഞു? അവര് പറയാണ് പൂച്ചയല്ലേ, മാന്തും, അങ്ങനെ ഞങ്ങൾക്ക് പിടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയാം. ഒരു ജീവനാണെങ്കിലും അതിന്റെ വില. ഞാൻ പറഞ്ഞു ഇതിപ്പം അതിന്റെ മുകളിൽ പെട്ടത് നിങ്ങളല്ലാണ്ട് പിന്നെ ആർക്കാ രക്ഷപ്പെടുത്താൻ പറ്റണേ, വേറെ ആർക്കും രക്ഷപ്പെടാം. അത് പിന്നെ ഇനിയിപ്പോൾ ലൈനൊക്കെ ഓഫ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ പറയണേ. അപ്പൊ ഞാൻ പറഞ്ഞു 11 മണി വരെയുള്ളൂ മെട്രോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാൻ പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് ഇതിൽ കിടക്കുന്നു. ഇതിന് മുൻപ് തന്നെ ഇത്രയും സംവിധാനങ്ങളെ എല്ലാം കൊണ്ടും എല്ലാ സാങ്കേതികമായിട്ട് എല്ലാം നമുക്ക് ഉണ്ടായിട്ടും ഒരു ചെറിയൊരു ജീവൻ രക്ഷിക്കാനായിട്ട് ഒരു സംവിധാനവും നമ്മുടെ കേരളത്തിലില്ലേ? അത് ചോദ്യമാണ് സ്മൃതി. ചേച്ചി ബിൽസി, ഞാൻ SRM റോഡിൽ. ഏതായാലും കൊച്ചി നിവാസിയായി ബിൻസി ചേച്ചി ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്രയും സംവിധാനം ഉണ്ടായി, ഒരാഴ്ചയായി പൂച്ച കുടുങ്ങി കിടന്നിട്ട് അത് രക്ഷിക്കാൻ ഇവിടെ സംവിധാനമില്ലേ എന്നുള്ളത്. വകുപ്പുകളുടെ ഒരു ഏകോപനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ജീവി, ഒരു പൂച്ചയെങ്കിൽ പൂച്ച, അത് ഒരു ജീവൻ തന്നെയല്ലേ, അതിനെ രക്ഷിക്കാനായിട്ട് ആരും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനില്ല. ഇത് കാണുമ്പോൾ നമുക്കാണ് വിഷമം വന്നത്. എനിക്ക് വലിയ വിഷമമായി.
ഞാൻ ഇന്നലെ രാത്രി എത്ര പ്രാവശ്യം വിളിച്ചെന്നാ ഫയർഫോഴ്സിന് അടുത്തുള്ള പയ്യന്മാരെയും പറഞ്ഞു വിട്ടു എന്ന് ചെന്ന് നോക്കും എന്തെങ്കിലും ചെയ്യും. ശ്രമിച്ച് ഇത് നമ്മളെ കൈകൊണ്ട് ശ്രമിച്ചാലും പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഇത് ഒരു വകുപ്പിന് പറ്റില്ലെങ്കിൽ അടുത്ത വകുപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം വരണേണ്. എന്ന് വെച്ചാല് ഇത്രയേ ഉള്ളോ ഈ നമ്മുടെ ഇത് ഇത്രയും വികസിച്ചിട്ടുള്ളോ? ഈ ഒരു ഇത്രയും ഉയരത്തിലുള്ള അത്രയും ആകാശത്തോട്ടൊന്നും പോകണ്ടല്ലോ, ഒരു സംവിധാനവും ഇല്ലേ. ശ്രമം നടത്തിയാൽ പിടിക്കാവുന്നത്. പിന്നെ അത് കാലാവസ്ഥ തന്നെയാണ്. അത് പോയിന്റാണ് ചേച്ചി പറഞ്ഞത്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇത് ഒരാഴ്ചയായിട്ട് ഇതിനെ പിടിച്ചില്ല, അതിലൊരു പ്രശ്നമില്ല. അല്ല, ഇത് എങ്ങനെ ഇതിന്റെ മുകളിൽ കയറുന്നുള്ള കാര്യത്തിൽ അതാണ് അല്ലേ, ഇത് എങ്ങനെ ഇതിന്റെ മുകളിൽ കയറും? അതിനുള്ള ആൾക്കാർ ആരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇത് കിട്ടാതിരിക്കില്ല, കിട്ടിയിട്ട് ഇവിടെ നാട്ടുകാർ പോകും ആണല്ലേ. നാട്ടുകാരെല്ലാം കൂടിയിട്ടുണ്ട്, എല്ലാവരും കൂടിയിട്ടുണ്ട്. എന്റെ ഓഫീസിന് തൊട്ടടുത്താണ്. അപ്പൊ ഇത് അറിഞ്ഞെല്ലാരും വന്നതാണ്. എന്തായാലും ഇത് പിടിക്കും, ഇവര് ശ്രമിക്കുന്നുണ്ടല്ലോ, കിട്ടാതിരിക്കില്ല, കിട്ടും. പിന്നെ പ്രതീക്ഷയാണോ? ആ പ്രതീക്ഷയുണ്ട്, അതെന്തായാലും കിട്ടും. ഇതുപോലെ പണ്ട് ഇത് മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് ഒരു പൂച്ചനെ പിടിച്ചതാണ്. എവിടെ നമ്മുടെ ഇവിടെ എവിടെയാണ് മെട്രോന്റെ കുടുങ്ങിയിട്ട് ഒരു പൂച്ചനെ ഇവർ നേരത്തെ രക്ഷപ്പെട്ടു. ഇത് ഒരാഴ്ചയായിട്ട് ഒരാഴ്ചയായിട്ട് എന്തായാലും അതിന് ഇവര് ഭക്ഷണം എത്തിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് മെട്രോക്കാർ. രക്ഷാപ്രവർത്തനം നടക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് പേടിച്ചിട്ടാണ് അത് മാറിയിരിക്കണേന്ന് സംശയമുണ്ട്. ഒച്ചപ്പാടും വേള കേട്ടിട്ട് ഇതങ്ങനെ പൊങ്ങി പോകുമ്പോൾ അതിന് പേടി ഉണ്ടാവില്ല. സാധാരണ മുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകളുടെ പ്രതികരണമാണ് കാണുന്നത്. ഏതായാലും കൊച്ചി മെട്രോ പില്ലറിൽ ഒരാഴ്ചയായി കുടുങ്ങിക്കിടക്കുന്ന പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുക തന്നെയാണ്. അനിമൽ റെസ്ക്യൂ ടീമിന്റെ ശ്രമം തുടരുക തന്നെയാണ്. ഉടനെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.